പുനലൂരിൽ ജനിച്ചു വളർന്ന സോഹൻ റോയ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുകയാണ്. ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട്. ഇന്ന് സോഹൻ റോയിയുടെ നാട്ടുകാരൻ എന്നറിയപ്പെടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു മറൈൻ എഞ്ചിനീയറായി ജീവിതം ആരംഭിച്ച താങ്കൾ പിൽക്കാലത്ത് ഒരു വലിയ ചലച്ചിത്ര സംവിധായകനായി മാറുകയായിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നോ പണ്ട് പോലെ? സിനിമ ആക്ച്വലി എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അതുവരെ എനിക്ക് സിനിമാ ലോകം നമ്മൾ ഈ പ്രഭാളികളുടെ ആ ഒരു വിസ്മയം മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് എങ്ങനെയാണെന്ന് ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് എറണാകുളത്താണ് SN കോളേജിൽ ഒരു വർഷം പഠിച്ചിട്ട് ഞാൻ എറണാകുളത്തിന് പോയി. അന്ന് സെന്റ് പോൾസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തിന്റെ ഷൂട്ട് അവിടെ നടക്കുക ഓൺ ദ വേ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലാസ് കേട്ടിരുന്ന ഞാൻ കാര്യം ഈ ഷൂട്ട് കണ്ട് ഞാൻ അങ്ങ് നിന്നുപോയി. അതായത് എന്റെ ശരിയായ എന്റെ ശരിക്കുള്ള അന്നത്തെ തൊഴിൽ പഠനമാണ്. ആ പഠനം പോലും മറന്നിട്ട് ഇതിലേക്ക് ഞാൻ അവിടെ നിന്ന് ഈവനിങ് വരെ അങ്ങ് നിന്നുപോയി. അന്ന് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായി കാണുന്ന ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D ചിത്രം. ജിജോയുടെ വളരെ എന്താണ് ഒരു റഷ് ഇല്ലാതെ, കാര്യം വളരെ ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ള സീനല്ലായിരുന്നു, വളരെ സിമ്പിൾ ഒരു സീനായിരുന്നു. പക്ഷെ ഒരു സൈക്കിൾ റിക്ഷ വന്ന് നിൽക്കുന്നു, സൈക്കിൾ റിക്ഷക്കാരനെ ഇടിക്കുന്ന ഒരു സീനാണ്. പക്ഷെ ഒരു 16 ടേക്ക് വേണ്ടി വന്നു അത് ഏകദേശം ശരിയായി വരാനായിട്ട്. പക്ഷെ ആ ഒരു ക്ഷമയോടുകൂടി അദ്ദേഹം ചെയ്യുന്നത് ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിയത്. അന്ന് മനസ്സിൽ കയറി തുടങ്ങി. ഞാൻ ഇപ്പോൾ ഈ ഷൂട്ട് നടക്കുന്നുണ്ട്, അതിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് അവിടെ. കാര്യം ഹോളിവുഡിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ക്യാമറയ്ക്ക് ചുറ്റും നടന്നു എല്ലാം കണ്ടു. എനിക്കതൊരു വല്ലാത്തൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തു. അപ്പൊ അന്ന് മനസ്സിൽ കയറിയതാണ് ഒരു സിനിമ ചെയ്യണം, അതും ഒരു 3D ചെയ്യണം, ചെയ്താൽ വളരെ നന്നായിരിക്കുന്നു. പക്ഷെ നമുക്ക് അറിയില്ല എങ്ങനെ സിനിമ മേഖലയിലേക്ക് പോകണമെന്നൊന്നും അറിയില്ല. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് എഞ്ചിനീയറിംഗ് ചെയ്തത്. അതിന് ശേഷം ഒരു ശ്രമം എന്ന നിലയിൽ കമൽ സാറിന്റെ അടുത്ത് ചെന്നു സംവിധാനം പഠിക്കണം. അദ്ദേഹം പറഞ്ഞ് കുറച്ച് വായിച്ച് പഠിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എൻ്റെ സിനിമാ പഠനം ആരംഭിക്കുന്നത്. അതുവരെയുള്ള എന്റെ സിനിമാ ലോകത്തിൽ പത്മനാഭൻ ഭരതൻ ചിത്രങ്ങൾ കാണല്, അങ്ങനെയുള്ള നല്ല നല്ല കുറെ ചിത്രങ്ങൾ ആസ്വാദനം മാത്രമായിരുന്നു. ഈ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇതിന്റെ ഉള്ളവയിലേക്ക് ചെന്നത്. ഒരു പക്ഷേ ഞാൻ ആദ്യം തന്നെ വായിച്ചത് കുറച്ച് നല്ല ബുക്സ് ആയതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ വൈഡായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 6 മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം പ്രഷറായി വീട്ടുന്നു. കാര്യം ഞാൻ പഠിച്ച തൊഴിൽ ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം. അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴേക്കല്ലേ? ഞാൻ കഴിഞ്ഞു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ എൻ്റെ തൊഴിലിലേക്ക് മടങ്ങിയാണ്. അങ്ങനെ ഞാൻ ആദ്യം മർച്ചന്റ് നേവിയിലേക്കാണ് പോകുന്നത്. മർച്ചന്റ് നേവിയിൽ പോയി ആദ്യത്തെ സെയിലിംഗ് ഞാൻ ഒരു കപ്പലപകടത്തിൽപ്പെട്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ മരിച്ചുപോയി. അപ്പം അതോടുകൂടി ആ ഷിപ്പിൽ സെയിൽ ചെയ്യുന്ന കാര്യം ഞാൻ പഠിച്ചത് നേവൽ ആർക്കിടെക്ചർ, ഷിപ്പ് ഡിസൈൻ ചെയ്യുന്ന തൊഴിലാണ്. ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ട് മറൈൻ എഞ്ചിനീയർ ആയിട്ടാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മറൈൻ എഞ്ചിനീയർ ആകുന്ന നേവൽ ആർക്കിടെക്റ്റാണ്. അപ്പം അതോടുകൂടി ആ സെയിലിങ്ങിനോടുള്ള ഒരു ചെറിയ ഭയം ഉണ്ടായി. അതിൽ നിന്ന് മാറി നിൽക്കണം തോന്നിയിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 20 വർഷം അടുപ്പിച്ചായി ഗൾഫിലേക്ക് ചെന്നിട്ട്. അപ്പം അവിടെ ചെന്ന് ഞാൻ മറൈൻ സർവേ ഫീൽഡിലേക്ക് വന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഏരീസ് മറൈൻ എന്ന് പറഞ്ഞ ഷിപ്പ് ഡിസൈനിലൊരു ഫോം തുടങ്ങുന്നത്. അത് പിന്നെ വളരെ ഡിഫറെന്റ് മേഖലകളിലേക്കും പല സ്ഥലങ്ങളിലേക്ക് അത് എൻ്റെ ബ്രാഞ്ചസ് പോയി. അതിനുശേഷമാണ് ഞാൻ ഡിപ്ലോമ എടുത്തത് ഹോളിവുഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിം ഡയറക്ഷനിൽ. ഹോളിവുഡ് അത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഹോളിവുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എൻ്റെ കോഴ്സ് ഒക്കെ അവിടെ നടത്തിയത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എങ്ങനെ ഹൗ ടു മേക്ക് എ ഹോളിവുഡ് മൂവി എന്നുള്ളൊരു കൺസെപ്റ്റ്. കാര്യം അതിന്റെ മെറ്റീരിയൽസ് മുഴുവൻ അവർ തന്നിരിക്കുന്നത് ഹൗ ടു മേക്ക്, അതിന്റെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രോജക്റ്റ് ചെയ്യണം, ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റ് ചെയ്യണം. പലരും സീരിയൽസും സിനിമയെ കുറിച്ച് ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിൽ വന്നത് എനിക്ക് എന്റെ പ്രൊഫഷൻ വിട്ടിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അന്ന് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ഒരുപാട് കൺസൾട്ടൻസ് ആയിട്ട് ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ലോകത്തിന്റെ പല ഭാഗത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിലും ഈ മേഖലയ്ക്ക് സ്വന്തമായിട്ടൊരു ടെലിവിഷൻ ചാനലില്ല. അതേസമയം ലോകത്തിന്റെ 90% കാർഗോ മൂവ്മെന്റ്സ് നടക്കുന്ന കടലിൽ കൂടെയാണ്. കപ്പൽ ഓട്ടം എന്ന് നിൽക്കുന്നു, അന്ന് സാധാരണ എല്ലാവരെയും ഇത് ബാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, ഈ ഷിപ്പ് ഇത്രയും വലിയൊരു മേഖല, ഇത്രയധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന, ഇത്രയധികം നമ്മുടെ സാധാരണ
മനുഷ്യന്റെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു ടെലിവിഷൻ ചാനൽ വേണം എന്നാണ് മറൈൻ ബിസ് TV എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അത് 5 വർഷത്തിന് മുമ്പാണ്. ഈ കൺസെപ്റ്റ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം ഇതിന് കണ്ടന്റ് എന്ന് പറയുന്ന സാധനമില്ല. ഒരു 24 മണിക്കൂർ ഇംഗ്ലീഷ് ചാനൽ നടത്തണമെങ്കിൽ നമുക്ക് അതിനുള്ള കണ്ടന്റ്സ് വേണം. ആ കണ്ടന്റ്സ് ഇല്ലാത്തൊരവസ്ഥ. പിന്നെ ഇതിന് അപ്രൂവൽ വേണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അന്വേഷിച്ചവരെല്ലാം പറഞ്ഞ് 3 വർഷം എത്താതെ ഒരു ചാനൽ തുടങ്ങാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 3 വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പെട്ടെന്ന്. അപ്പോൾ ഞാനൊരു ടൈം ഫ്രെയിം വെച്ചു. കാര്യം 6 മാസത്തിനുള്ളിൽ എനിക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം. അപ്പം 6 മാസത്തിൽ ഈ ടെലിവിഷൻ ചാനൽ പോകണം. അപ്പോൾ ആദ്യമേ ഡെഡ് ലൈൻ ഇട്ടു 6 മന്ത്സിൽ ചെയ്യാൻ. അതിനനുസരിച്ചിട്ട് പിന്നെ ഒരു മാർഗ്ഗമുള്ളായിരുന്നു. ഇന്ത്യയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുക. ഇസ്രായേലിൽ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇസ്രായേലിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ലൈസൻസ് കിട്ടും. അതങ്ങനെ ഇസ്രായേലിൽ നിന്ന് അപ്ലിങ്ക് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തുന്നു, ദുബൈയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് കണ്ടന്റ്സ് ഉണ്ടാക്കുന്നു. ഇവിടുന്ന് ആ സമയത്താണ് ഇന്റർനെറ്റ് ഒക്കെ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് വന്നു. 2 Mbps ലൈൻ എടുത്തിട്ട് അതിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് അപ്ലിങ്ക് ചെയ്യുന്ന ഒരു പുതിയ സിസ്റ്റം. ഒരുപക്ഷെ എത്രയും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായ ഒരു ടെലിവിഷൻ ചാനൽ അന്ന് ഇതായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ പാനലായിട്ട് സാറ്റലൈറ്റ് TV മാത്രമല്ല ഇന്റർനെറ്റിലൂടെ ഇത് അവൈലബിൾ ആവണം. കാരണം ഇന്റർനെറ്റ് ഒക്കെ അപ്പോഴത്തേക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയി. അങ്ങനെ വെബ് TV എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെ IPTVയുടെ ബേസിക് സാധനത്തിലേക്ക് ഞങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. ഒരുപക്ഷെ CNN ഓൺലൈനിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ വന്ന ടെലിവിഷൻ ചാനലാണ് മറൈൻ ബിസ് TV. മാത്രമല്ല വേൾഡിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ടെലിവിഷൻ ചാനലും മറൈൻ ബിസ് TV ആണ്. അപ്പൊ അതിനുവേണ്ടി പിന്നെ അടുത്ത ഏറ്റവും വലിയ ഹെക്ടിക് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കുകയായിരുന്നു. അപ്പൊ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇതിനകത്ത് അഡ്വർടൈസ്മെന്റ് പോലും ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു. നോർമൽ അഡ്വർടൈസ്മെന്റ് പാടില്ല, മാരിടൈം റിലേറ്റഡ് അഡ്വർടൈസ്മെന്റ്സ് വേണം. എന്ത് കാണിക്കുന്നു അതെല്ലാം സംതിങ് റിലേറ്റഡ് ടു സീ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ മറ്റു മാർഗ്ഗമൊന്നുമില്ല പ്രോഗ്രാംസ് ഉണ്ടാകുക. അപ്പൊ അതിനുവേണ്ടി ഡോക്യുമെന്ററീസ്, അഡ്വർടൈസ്മെന്റ്സ്, ഡിഫറെന്റ് പ്രോഗ്രാംസിലേക്ക് കടന്നപ്പോഴത്തേക്ക് ആ വിഷ്വൽ മീഡിയ ആയിട്ട് വളരെയധികം ഇൻവോൾവ് ആകാൻ പറ്റി. പിന്നെ അടുത്ത ഒരു സങ്കല്പമായിരുന്നു, ഓക്കെ ഇനിയിപ്പോ സിനിമയിലേക്ക് കയറാൻ സമയമായും തോന്നുന്നു. കാര്യം ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. പക്ഷേ അതിനുവേണ്ടി ഉള്ളൊരു സബ്ജക്റ്റ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഉള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച അന്വേഷണമാണ് ഒരു ദിവസം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എത്തി നിൽക്കുന്നു. ആ മുല്ലപ്പെരിയാർ ഡാമിന് എന്നാണ് ഡാം ബേസ്ഡ് ആയിട്ടൊരു സബ്ജക്ട്. കാര്യം ഇന്റർനാഷണലി ഏറ്റവും അധികം റെലവൻസ് ഇപ്പോൾ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡാമുകൾക്കാണ്. അതായത് ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയിരിക്കുന്ന ചൈനയിൽ നടന്നൊരു ദുരന്തം, അവിടെ മടിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഡാം ദുരന്തത്തിൽ, ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം. അത് 1975 ബാങ്ക്യാവോ ഡാമിൽ ഈ ദുരന്തം നടക്കുന്നത്. അന്ന് ഒറ്റ ദിവസം പെയ്യുന്ന മഴ, കൊടും പേമാരി, അതില് അതായത് ഒരു 1.5 വർഷം പെയ്യേണ്ട മഴ ഒറ്റ ദിവസം പെയ്യുകയാണ്. അതിൽ ഡാം നിറയുന്നു, ഡാം പൊട്ടുന്നു. അതുകൊണ്ട് 62ഓളം ഡാമുകളാണ് അന്ന് തകരുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇത് ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം ഇത്തരം മഴകൾ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇവിടെയും സംഭവിക്കാം, കേരളത്തിലും സംഭവിക്കാം. എപ്പോഴും എങ്ങനെ പെയ്യും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ഹെവി റെയിൻ ഉണ്ടാകാൻ വളരെ ഈസിയാണ്. കാര്യം അറ്റ്മോസ്ഫിയറിൽ ഒരു ലോ പ്രഷർ ഫോർമേഷൻ ഉണ്ടായാൽ മതി, അവിടേക്ക് നാച്ചുറലി ഹെവി റെയിൻ ഉണ്ടാവും. സാധാരണ ഇവിടെ കേരളത്തിന്റെ ദേശങ്ങളിൽ അറബിക്കടലിലാണ് സാധാരണ ഇത്തരം ലോ പ്രഷർ ഫോർമേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ അത് ഇത്തിരി മാറി ഈ കേരളത്തിലേക്കോ കേരളത്തിന്റെ തമിഴ്നാട് ബോർഡറിൽ ഉണ്ടായി കഴിഞ്ഞാൽ നാച്ചുറലി ഇവിടുത്തെ ഡാമുകളെല്ലാം നിമിഷ നേരം കൊണ്ട് നിറയും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അന്വേഷണം ഞങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് നീങ്ങിയപ്പം ലോകത്തില് മുല്ലപ്പെരിയാർ കേരളത്തിന്റെ ഇഷ്യൂ ആണെങ്കിൽ ഓരോ രാജ്യത്തും ഇതൊരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 47,000-ഓളം ഡാമുകൾ 2020 ആകുമ്പോഴേക്കും വലിയ ഡാമുകൾ, അതിൽ 40,000-ഓളം ഡാമുകൾ കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞിരിക്കും. ഇതൊന്നും മാറ്റാൻ എല്ലാ സ്ഥലത്തും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കാര്യം ഇപ്പൊ ഇന്ന് ഇന്റർനാഷണലി ഒരു റൂളില്ല. ഇത്ര വർഷം കഴിയുമ്പോൾ ഈ ഡാം പൊളിച്ചിരിക്കണം എന്ന് ഒരു ഇന്റർനാഷണൽ റൂൾ ഇല്ലാത്തതുകൊണ്ട് അതുപോലെ ഇതൊരു കറവപ്പുശമാണ്, നല്ല വരുമാനമാണ്. ഒരു ഏറ്റവും ചീപ്പായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്നുള്ളത് ഇത് വെച്ചിട്ട് ആരും ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഇത് പൊളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ബഡ്ജറ്റ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. കാര്യം ഇത് ഡാം നിർമ്മിച്ചു തരണമെങ്കിൽ 5 വർഷം മിനിമം വേണം. അപ്പം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു ആൾ നടത്തുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നത് അടുത്ത് വരുന്ന ഒരു പാർട്ടിക്കാരായിരിക്കും. അപ്പം ഇതുകൊണ്ട് തന്നെ ഇത് ആരും ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഇതെടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആകുന്നു. അപ്പം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിക്കുന്ന ഡാമുകളാണ് മിക്കവാറുമില്ല. സാധാരണ ഒരു ഡാമിന് 50 വർഷത്തിലേറെ ലൈഫ് ഉണ്ടാവില്ല, എസ്പെഷ്യലി കോൺക്രീറ്റ് ഡാമുകൾക്ക്. ഒരുപക്ഷെ മുല്ലപ്പെരിയാർ നിൽക്കുന്നത് അത് സുർക്കിയിൽ ഉണ്ടാക്കിയത് ഉണ്ടാകാം. പക്ഷേ കാലപ്പഴക്കം കഴിഞ്ഞ നിലയ്ക്ക് അതിന് ബലമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമ്മൾ ഇനി ആലോചിക്കേണ്ട. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് ഇന്റർനാഷണൽ ഇഷ്യൂ ആണ്. ഇനി ഇതിനെ
ബേസ് ചെയ്തിട്ട് സബ്ജക്റ്റാണ്. പക്ഷെ അതിനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് സബ്ജക്റ്റ് ഒരു ഡോക്യുമെന്ററി ആയിട്ട് മാറും. അപ്പം അതിന് നല്ലൊരു കഥ അതിനകത്ത് വേണം. അപ്പൊ ആ കഥയിലേക്ക് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സിനിമാറ്റിക് ഭാവം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് നല്ലൊരു കഥയിലൂടെ നല്ലൊരു, എസ്പെഷ്യലി നമ്മളെ എല്ലാം സ്വാധീനം. ഇപ്പം ടൈറ്റാനിക് എടുത്തു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ചിത്രമാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ. ഒരു വിഷയം മറൈൻ ഇതുണ്ടാവും. ഈ ടൈറ്റാനിക്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ആ ടൈറ്റാനിക് ദുരന്തം അതുപോലെ കാണിച്ചതുകൊണ്ടല്ല, അതിനകത്തൊരു നല്ല പ്രണയ കഥ കൂടി വന്നതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു ചിത്രത്തിലൂടെ ഉദ്ദേശിച്ചത് ഇതിനകത്ത് നല്ലൊരു പ്രണയ കഥ, നല്ലൊരു മെസ്സേജ്, അതോടൊപ്പം തന്നെ ഇതിന്റെ വിഷ്വൽസ്, ഇതിന്റെ ഇമ്പാക്ട് എത്രയാണെന്നുള്ളത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ് വേണമെങ്കിൽ നാച്ചുറലി 3D, എന്റെ ഒരു സ്വപ്നമായിരുന്ന 3D എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അത് ചെയ്താൽ മാത്രമേ ആ വിഷ്വലി അത് ശരിയാവത്തുള്ളൂ. അപ്പം ക്ലൈമാക്സിൽ നമുക്ക് സസ്പെൻസ് ഒന്നുമില്ല. ക്ലൈമാക്സിൽ സസ്പെൻസ് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട സസ്പെൻസ് ആയിരിക്കും. പക്ഷേ ഡാം ദുരന്തം ഉണ്ട് എന്നുള്ളത് ഇത് ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെക്കുന്നില്ല. അപ്പം ഇതിൽ ക്ലൈമാക്സിൽ ഡാം ദുരന്തമുണ്ട്. അതിനകത്ത് നമുക്ക് കാണിക്കേണ്ട വിഷ്വലി കാണിക്കാൻ ഈ 3D എഫക്റ്റും വേണം. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അടുത്ത ഏറ്റവും വലിയ ഹേർഡിൽ വന്നത്. ഈ 3Dയിൽ ഈ സാധനം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഒരു കഥ ഉണ്ടാക്കി വന്ന ഒരു പശ്ചാത്തലം വെച്ചിട്ട്, സാധാരണ സ്റ്റീരിയോസ്കോപ്പിക് ക്യാമറ വലിയ ഹ്യൂജ് ക്യാമറകളാണ്. അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 2-3 മീറ്റർ റേഡിയസിൽ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഒരു കഥയുടെ ഇതനുസരിച്ചിട്ട് ക്ലൈമാക്സിൽ ഈ ഡാം പൊട്ടുന്ന സമയത്ത് ഒരുപക്ഷെ 5 ക്യാമറകൾ തന്നെ വേണം. ഇത് ഷിപ്പിനകത്ത് വെച്ചിട്ടൊക്കെ ഒരുപാട് സീൻസ് ഉണ്ട്, വളരെ ക്രിട്ടിക്കൽ സീൻസ് ഉണ്ട്. സോ അങ്ങനെ ഇത്രയും വലിയൊരു ക്യാമറയുമായി നമ്മൾ ഇരുന്നും വിഷ്വൽ എഫക്ട്സിൽ ഒരുപാട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാര്യം 3D ചിത്രങ്ങൾ ഇപ്പൊ നമ്മുടെ കുട്ടിച്ചാത്തം ചിത്രങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള സാധനത്തിന് ഓക്കെ. പക്ഷെ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തു, എസ്പെഷ്യലി ഞങ്ങളുടെ ഇടുന്ന ബഡ്ജറ്റിനകത്ത് ചെയ്യുമ്പോൾ. അപ്പൊ അതിന് വേണ്ടി അപ്പോഴാണ് അതുപോലെ സിങ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഇപ്പോഴത്തെ സിനിമ സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി അബ്സല്യൂട്ട് ആംബിയൻസ് അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ആ നാച്ചുറാലിറ്റി ഒട്ടും ഇല്ലാതെ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ ചെയ്യണം വന്നപ്പോഴാണ് സാധാരണ ക്യാമറകളൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് തന്നെ ഈ അത് റോൾ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതുപോലും മാറ്റണം എന്ന് ഉദ്ദേശിച്ചത് വന്നപ്പോഴത്തേക്കാണ് ഒരു ഡിജിറ്റൽ 3D ക്യാമറ ആ സമയത്ത് ഇറങ്ങി മാർക്കറ്റിൽ. ഞങ്ങൾ കാനഡയിൽ നിന്ന് വരുത്തി ഞാൻ അജയ് ആയിരുന്നു ക്യാമറമാൻ. കാര്യം അജയ് മാത്രമാണ് ഇന്ത്യയിൽ 3 ക്യാമറമാനേ ഉള്ളൂ ഇന്ത്യയിൽ ഈ 3D ചെയ്തേക്കുന്നത്. അപ്പം അജയ് വിൻസെന്റിന്റെ അടുത്ത് ഞാൻ ഈ 3Dയുടെ കാര്യം പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഡെമോയ്ക്ക് വേണ്ടി ഈ ഡബിൾ റെഡിന്റെ ഒരു ക്യാമറ കാനഡയിൽ നിന്ന് വരുത്തുന്നു. പക്ഷെ അതിന്റെ ഡെമോൺസ്ട്രേഷൻ്റെ അന്ന് ബോംബെയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. ഞങ്ങളവിടെ പോകുന്നു, പക്ഷെ ക്യാമറ അന്നത് വർക്കാവുന്നില്ല. അതോടുകൂടി എന്റെ കോൺഫിഡൻസ് പോയി, അജയ് വിൻസെന്റിന്റെ കോൺഫിഡൻസ് പോയി. പിന്നെ ഞങ്ങളുടെ മുന്നിൽ ഒറ്റ മാർഗ്ഗമുള്ളായിരുന്നു. അത് പുതിയ ടെക്നോളജി, ആരും യൂസ് ചെയ്യാത്ത ഒരു ടെക്നോളജി ഇന്ത്യയിലന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. അതായത് 2Dയിൽ നിൽക്കുക. ആ സമയത്ത് തന്നെ ഇന്റർനാഷണലി ജസ്റ്റ് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ 2D to 3D കൺവേർഷൻ പോസിബിൾ എന്ന് പറയുന്ന ഒരു ഇത് അവസ്ഥ വന്നിട്ട്. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവതാർ എന്ന് പറയുന്ന സിനിമയുടെ ബേസിക്സ് നടക്കുമ്പോഴും അതിന്റെ കുറെ അവതാരം റിലീസായിട്ടില്ല. പക്ഷെ അതിനകത്തും ചില ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട് ചിലടത്ത് 2D to 3D കൺവേർഷൻ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോഴും നമുക്ക് അറിയില്ല ഇതിന്റെ റിസൾട്ട് എത്രമാത്രം നന്നായി വരുമെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എങ്കിലും റിസ്ക് എടുത്തിട്ട് അവസാനം തീരുമാനിക്കുകയാണ്. REST എന്ന് പറഞ്ഞൊരു ക്യാമറ, ലൈറ്റ് വെയിറ്റ്, അതിനകത്ത് നോയ്സ് റിഡക്ഷൻ സിസ്റ്റം എല്ലാം ഉണ്ട്. അപ്പം അതിനകത്ത് ആ ക്യാമറ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പം കൺവേർട്ട് ചെയ്യാനായിട്ട് അന്ന് ഞാൻ പല ഫിലിം മാർക്കറ്റിലും ഫിലിം ഫെസ്റ്റിവലിലും പോയപ്പോൾ കൊറിയയിലൊക്കെ നല്ല കമ്പനീസ് ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ അവർ ആ ഒരു കോൺഫിഡൻസ് തന്നു. അങ്ങനെ ഇതിലേക്ക് 3D കൺവേർഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വരുന്നു. 3D കൺവേർഷനിൽ വന്നു. ഇത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സമയത്താണ് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആയിട്ട് ഹോളിവുഡിൽ ഒരു മേജർ സ്റ്റുഡിയോയെ കൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിച്ചാൽ പോലും ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യക്കാരായിരിക്കണം. നമുക്ക് ഇന്ത്യൻസിന് ഒരു ഇന്റർനാഷണൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് 16 നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ടീം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തു. പ്രൊഡക്ഷൻ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ ഗ്രാഫിക്സ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്ത് വാട്ടർ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹോളിവുഡ് ചിത്രങ്ങളിൽ വളരെ കുറച്ച് സിനിമകളിലെ വാട്ടർ ഗ്രാഫിക്സ് വരാറുള്ളൂ. ഈ വാട്ടർ ഗ്രാഫിക്സ് ചെയ്യാൻ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു മേജർ കമ്പനി ഉള്ളത്. അവിടേക്കാണ് എല്ലാവരും ചെല്ലുന്നത്. അപ്പൊ അവിടേക്ക് പോയാൽ തന്നെ ഇന്ത്യയിൽ ഇത് എങ്ങനെയും ചെയ്യാൻ മാർഗമുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് അത് പറ്റില്ല എന്ന് ഏകദേശം ആ സമയത്ത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ മിനിയേച്ചേഴ്സിലേക്ക് പോയതും ഇതിനെ കോമ്പോസിറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഏകദേശം ഇന്ത്യയിൽ തന്നെ 90% ചെയ്യാവുന്ന ഒരു സംവിധാനം ഞങ്ങളെല്ലാം ഉണ്ടാക്കിയപ്പോഴാണ് ഈ 3D മാത്രം വിദേശത്തേക്ക് കൊണ്ടുവന്നൊരവസ്ഥ. അപ്പോഴും ഒരു റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം ബോംബെയിൽ ഒരു കമ്പനി ഞങ്ങൾ അപ്രോച്ച്